കൊച്ചി രാജാവ് ഐക്യകേരളം എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും ഐക്യകേരളത്തിന് വേണ്ടി താൻ തൻ്റെ രാജാധികാരം കൈയൊഴിയാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇതന്ന് കേരളത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കുകയും മാതൃഭൂമി പോലുള്ള പത്രങ്ങളൊക്കെ കൊച്ചി രാജാവിനെ ഐക്യകേരള തമ്പുരാൻ എന്നെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് മുഖപ്രസംഗങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തു. ഈ ഘട്ടത്തിൽ EMS കൊച്ചി രാജാവിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ ഒരു ലഘുലേഖ പോലെ ദീർഘമായൊരു പ്രബന്ധം തയ്യാറാക്കുന്നുണ്ട്. ആ പ്രബന്ധത്തിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് വളരെ നിശിതമായ വിമർശന സ്വഭാവമുള്ളതാണ്. ആ തലക്കെട്ട് ഇങ്ങനെയാണ്: കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നാണ്. എന്തുകൊണ്ടാണ് ഐക്യകേരളത്തിന് വേണ്ടി ഭരണാധികാരം ഒഴിയാം എന്നൊരു രാജാവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഐക്യകേരളത്തിന് വേണ്ടി സംസ്ഥാന തലത്തിൽ വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ആ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. EMS അത് വിശദീകരിക്കുന്നുണ്ട്. EMS ആണ് അന്ന് ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും സമുന്നതനായ വക്താവും നേതാവും. അദ്ദേഹം എന്തുകൊണ്ടാണ് ഐക്യകേരളത്തിന് വേണ്ടി സ്ഥാനമൊഴിയാമെന്ന കൊച്ചി രാജാവിൻ്റെ നിലപാടിനോട് വിമർശനാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചത്? അതിൻ്റെ ഉത്തരം കൊച്ചി രാജാവിൻ്റെ പ്രഖ്യാപനത്തിലാണുള്ളത്. കൊച്ചി രാജാവ് ഐക്യകേരളത്തിന് വേണ്ടിയുള്ള തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതുമായ ഒന്നാണ് ഐക്യകേരളം എന്നാണ്. EMS തൻ്റെ വിമർശനത്തിൽ പറഞ്ഞൊരു കാര്യം, ഐക്യകേരളം എന്ന ആശയത്തിന് എന്തെങ്കിലും ഒരർത്ഥമുണ്ടാകണമെങ്കിൽ ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങൾ എന്ന് നാം പുറമേക്ക് പറയുന്ന ജാതിജന്മി നാടുമാഴി വേദാവിത്തം ഉണ്ടാക്കിയ സാംസ്കാരിക മൂല്യങ്ങളെ സമ്പൂർണ്ണമായി പുറത്തു നിർത്തുന്നതും ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതും പരമ്പരാഗതമായ ചേരവാഴ്ചയ്ക്ക് പകരം ജനാധികാരപരമായ ആധുനിക രാഷ്ട്ര സംവിധാനം നിലനിൽക്കുന്നതുമായ ഒന്നായിട്ട് അത് മാറണം. അതുകൊണ്ട് കൊച്ചി രാജാവ് മുമ്പോട്ട് വയ്ക്കുന്ന ഐക്യകേരളം എന്ന സങ്കല്പത്തിൻ്റെ പിന്നിലുള്ളത് ഇന്ത്യയിലെ ഭൂപ്രഭുക്കളെയും രാജാക്കന്മാരെയും സംരക്ഷിച്ച് നിർത്തി അവരെ തങ്ങൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നതിനുള്ള ഇടനിലപ്പണിക്കാരാക്കി മാറ്റിയ കൊളോണിയലിസത്തിൻ്റെ യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആധുനികമായ ഒരു ഭാഷാദേശീയതാ സങ്കല്പത്തിനുള്ളിലേക്ക് രാജവാഴ്ചയുടെയും മധ്യകാല മതാത്മകതയുടെയും നാടുവാഴ്ത്തത്തിൻ്റെയും മൂല്യങ്ങളെ കുത്തിക്കടത്താനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഈ ഐക്യകേരള പ്രസ്താവനയിലുള്ളത്. അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് EMS വിശദീകരിക്കുകയും ചെയ്തു.